ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് NH ബൈപ്പാസിലുള്ള ടോൾ ഗേറ്റിലാട്ടോ. നമ്മുടെ കോഴിക്കോട് പന്തരങ്കാവുള്ള ടോൾ ഗേറ്റിന്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഫാസ്ടാഗിന്റെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പററി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ രണ്ട് സൈഡിലും വെക്കുന്നുണ്ടാണ് ഏട്ടൻ പറഞ്ഞത്. ഏട്ടൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഫാസ്ടാഗ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി എടുത്തോളൂ. എന്റെ പേര് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു, ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് സർവീസ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്. ഒരു സർവീസ് നമ്മളിപ്പോ ബാങ്കുകൾ ചെയ്യണം, IDFC, SBI, ആക്സിസ്, ബജാജ്, പിന്നെ വലിയ വണ്ടിക്ക് ബ്ലാക്ക് ബഗ് എന്നുള്ള ഒരു ടാഗ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലേ? വലിയ വണ്ടിക്ക് ബ്ലാക്ക് ബഗ് എന്ന ടാഗ് കൊടുക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് 99 രൂപ ഉണ്ടെങ്കിലും പാസ്സാവാൻ കഴിയും. 500 രൂപേന്റെ ടോളിലേക്ക് ആണെങ്കിലും ഇവർക്ക് 99 രൂപ ഉണ്ടെങ്കിലും പാസ്സാവാൻ കഴിയും. ടോളിൽ വണ്ടി പോയിട്ട് ബ്ലോക്ക് ആയി നിൽക്കില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ടാഗ് തന്നത്. ഇവിടെ ഏകദേശം എത്ര ആയിരിക്കും ടോളിന് പൈസ വരെ ഏകദേശം അറിയാം? ഇവിടെ 100 രൂപ ആവാൻ ഏകദേശം ആ റേഞ്ച് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പം എന്റെ കാറിനൊക്കെ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ വരും ഏട്ടാ? നമ്മൾ 500 രൂപയ്ക്കാണ് 500 രൂപയ്ക്കാണ്. എനിക്ക് നിങ്ങൾക്ക് 200 രൂപ യൂസബിൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് യൂസബിൾ ആയിട്ട് 200 ഉണ്ടാവും. പിന്നെ ഫിക്സഡ് ആയിട്ട് 100 രൂപയിൽ ബാലൻസ് ആയിട്ട് ഫിക്സഡ് ആയിട്ട് 100 രൂപ ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസ് തീർന്നിട്ടുണ്ടെങ്കിലും നമുക്ക് 200 രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടോൾ പാസ് ചെയ്യാം. അതായത് സീറോ ബാലൻസ് ആണെങ്കിൽ ടോൾ പാസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ടോളിന്റെ ഉള്ളിൽ കയറിയിട്ട് റീചാർജ് ചെയ്താലും അപ്പൊ തന്നെ ആക്ടിവേഷൻ അങ്ങനെ ടാഗാണ് നമ്മൾ തരുന്നത്. അങ്ങനത്തെ തന്നെയല്ലേ? അപ്പൊ തന്നെ ഇത് എവിടേക്കായിരിക്കും കേട്ടോ നിങ്ങളെ കൗണ്ടർ ഉണ്ടാവുക? കൗണ്ടർ 24 hours ആണ്, 24/7 ആണ്. പിന്നെ നമ്മുടെ ടോളിന്റെ തൊട്ടടുത്ത് തന്നെ കൗണ്ടർ ഉണ്ടാവും. ഇത് നമുക്ക് ഈ QR വെച്ചിട്ട് തന്നെ നമുക്ക് റീചാർജ് ചെയ്യാം, ഗൂഗിൾ പേ, ഫോൺ പേ വഴി ഒക്കെ ചെയ്യാം. ഇതിന്റെ മുകളിൽ വേറൊരു ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഗൂഗിൾ പേ പുറത്തുനിന്ന് വരുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് അവരുടെ ബാങ്കിന്റെ സൈറ്റിൽ അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ഈ സ്കാൻ ചെയ്തിട്ട് റീചാർജ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് മതി ടാഗ്. നമുക്ക് 5 മിനിറ്റ് വരെ ടാഗ് ആക്ടിവേറ്റ് ചെയ്തു. ഇല്ലെങ്കിൽ നമ്മളിവിടെ ഡബിൾ ചാർജ് കൊടുക്കണം. വൺ സൈഡും ഡബിൾ ചാർജ് കൊടുക്കണം, തിരിച്ചു വരുമ്പോൾ ഡബിൾ ചാർജ് കൊടുക്കണം. സപ്പോസ് ഇവിടെ 100 രൂപയാണെങ്കിൽ ഒന്ന് പാസ് ചെയ്യുമ്പോൾ 100 രൂപ ഫാസ്ടാഗിൽ കട്ടാവും. 24 hours തിരിച്ചു വരികയാണെങ്കിൽ പിന്നെ 50 രൂപ കട്ടാവും. ഫാസ്ടാഗ് ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും 200 400 രൂപ ഫാസ്ടാഗിൽ 150 രൂപ പാസ് ചെയ്യാൻ. പരിസരവാസികൾക്ക് ഈ ടോളിന്റെ പന്തരങ്കാവ് ടോളിന്റെ പരിസരവാസികൾക്ക് 20 കിലോമീറ്റർ സറൗണ്ട് ഉള്ള ഒരു ടോൾ തുറക്കുന്നതിന്റെ മുമ്പായിട്ട് ഇവിടെ ഓഫീസ് ഓപ്പൺ ആവും. ആ ഓഫീസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് മന്ത്ലി പാസ് 300 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി പാസ് 300 രൂപന്റെ മന്ത്ലി പാസ് എടുത്താൽ അൺലിമിറ്റഡ് എത്ര വേണമെങ്കിലും ഒരു മാസം. ഏകദേശം എന്നാ നേട്ടം അറിയില്ലല്ലോ, എന്ന് മുതലായിരിക്കും മുതലാന്നുള്ള ഒരു കിട്ടില്ല. ഒരു 10-15 ദിവസം കൊണ്ട് എന്തായാലും ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശരി ചേട്ടാ, താങ്ക്സ് ഫോർ ഇൻഫർമേഷൻ. അപ്പൊ പറഞ്ഞ പോലെ ഫാസ്ടാഗ് ആരെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ വേഗം പോയി എടുത്തോളൂ. ഇതൊക്കെ ഏകദേശം 15 ദിവസം കൊണ്ടൊക്കെ തുറക്കുന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ലൈറ്റ്ലി ഇടാട്ടോ. ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് എടുക്കുന്നതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളും പ്രൊസീജിയറും ഒക്കെ ഞാൻ അതിൽ കാണിച്ചേക്കാം. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.